ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ലൊരു ചിക്കൻ റോളാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റോള്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താർ സ്പെഷ്യൽ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. ഇത് ഞാനിപ്പോൾ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എല്ലുള്ള ചിക്കൻ ആണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ട് എല്ലിൽ നിന്ന് മീറ്റ് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്താലും മതിയാവും. നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ള് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം എന്താ, ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മാത്രം ചേർത്താൽ മതി. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിരുന്ന് വേവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്താ, നമ്മുടെ ചിക്കൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. എന്താ, നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാറണം. ചൂടാറിയിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ചൂടാറട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ വേണമെങ്കിൽ ചെറിയ ചെറിയ പീസാക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതൊന്ന് മിക്സി ബൗളിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുവാണേ. അപ്പോൾ നിങ്ങൾ എല്ലുള്ള ചിക്കൻ എടുത്തെങ്കിൽ എല്ല് കളഞ്ഞിട്ട് വേണം മിക്സി ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാൻ. മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പൾസ് ബട്ടൺ യൂസ് ചെയ്ത് ഒന്ന് കറക്കിയെടുക്കാം. ഇതാ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പം എന്താ, ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ 2 സവാളയും അതേപോലെ തന്നെ 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ട് മീഡിയം സൈസ് സവാള എടുത്താൽ മതി. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊരു ഗോൾഡൻ കളറാകണം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്താ, നമ്മുടെ സവാള അത്യാവശ്യം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ചെറിയ തീയിൽ വെച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കണം. ഇപ്പം എന്താ, നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചില്ലേ ചിക്കൻ, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തു. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇത്രയും മതിയാകും.
ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കളയണ്ട, നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അതാ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ടയുടെ മിക്സ്, ബ്രെഡ് ക്രംസ്, പിന്നെ നമ്മുടെ മസാല. ആദ്യം നമുക്ക് നമ്മുടെ ബ്രെഡ് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് പിഴിഞ്ഞ് കളയണം. ഇനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഓവൽ ഷേപ്പിലാണ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലും ചെയ്യാം. ഇനി ഇത് നമുക്ക് നമ്മുടെ മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഒരു റോള് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത ബ്രെഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. കവർ ചെയ്തെടുക്കുക. അപ്പോൾ എന്താ ഒരു 4 ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ റോള് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ എന്താ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ഓരോ റോളായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം. ബ്രെഡ് ആയതിൻ്റെ പേരിൽ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. ഗോൾഡൻ കളർ ആവുന്നവരെ വറുത്തെടുക്കുക. പെട്ടെന്ന് ആയിക്കോളും. ഇത് അത്യാവശ്യം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റോള്. നല്ല ക്രിസ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈസി അല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും. അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.